excelguru.co.in ഗൂഗിൾ ഷീറ്റ് കോഴ്സിൻ്റെ രണ്ടാം മൊഡ്യൂളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാം മൊഡ്യൂൾ കൃത്യമായിട്ട് കാണുകയും അതിലെ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ ഷീറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്തുകൊണ്ട് ഗൂഗിൾ ഷീറ്റ് പഠിക്കുന്നതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഗൂഗിൾ ഷീറ്റിന് മൊബൈൽ ഫോണിലുള്ള പകരക്കാരാരൊക്കെയാണെന്ന് പറഞ്ഞു. ഗൂഗിൾ വർക്ക് സ്പേസിനെ കുറിച്ച് പറഞ്ഞു. ഒരു ലാപ്ടോപ്പ് അത്യാവശ്യമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിലുപരിയായിട്ട് ഗൂഗിൾ ഷീറ്റിൻ്റെ യൂസർ ഇൻ്റർഫേസ്, ഈ ആപ്പിൻ്റെ തുറക്കുന്ന സമയത്ത് കാണുന്ന കാര്യങ്ങൾ, സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മൊഡ്യൂളാണ് ഓപ്പണിംഗ് ഷീറ്റ്സ്. നമ്മൾ ഈ ഷീറ്റ് തുറക്കണം. നമ്മൾ ജസ്റ്റ് ആപ്പ് തുറന്നിട്ടുള്ളൂ, ഈ ഷീറ്റ് തുറന്നിട്ടില്ല, ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടെ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഒന്നാമത്തെ ലെസൺ, അതായത് 7ാമത്തെ ലെസൺ ഓപ്പണിംഗ് ഷീറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതിൽ ബാക്കിയുള്ളൊരു കാര്യം പറയുകയാണ്. നമ്മൾ ഇന്നലെ ഈ ആപ്പിനെ കുറിച്ച് മുഴുവൻ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് വിശദമാക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ ഒരു ഷീറ്റിൻ്റെ, ഒരു ഫയലിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു 3 ഡോട്ട്സ് കാണാൻ പറ്റും. 3 ഡോട്ട്സ് പറഞ്ഞാൽ 3 പുള്ളിക്കുത്ത് അല്ലെങ്കിൽ 3 കുത്തുകൾ ഒരേ ലൈനിൽ അലൈൻ ചെയ്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുകളിൽ MM ലൈബ്രറി എന്നുള്ളത് ഈ ഫയലിൻ്റെ പേരാണ്. ഓക്കെ, അവസാനത്തെന്ന് പറഞ്ഞാൽ റിമൂവാണ്. ഞാൻ ഈ ഫയൽ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ റിമൂവ് ചെയ്ത് എന്താവും, ഇത് നമ്മുടെ ബിന്നിലേക്ക് പോകും. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയാണ്, ആഡ് ടു സ്റ്റാർഡ്. എന്താ രണ്ടാമത്തെ ഓപ്ഷൻ? ആഡ് ടു സ്റ്റാർഡ്, അതായത് സ്റ്റാർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഫയലുകളുള്ള സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടേണ്ട ഫയലുകൾ നമുക്ക് സ്റ്റാർ ചെയ്ത് ഫേവറേറ്റ് ആക്കി വെക്കാനുള്ള ഓപ്ഷനാണ് ആഡ് ടു സ്റ്റാർഡ്. പിന്നെ ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫയൽ മറ്റുള്ളവരുമായിട്ട്, മറ്റു ഗൂഗിൾ യൂസേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഷെയർ എന്നുള്ളത്. അതൊക്കെ നമുക്കൊരു മൊഡ്യൂൾ കൃത്യമായി പഠിക്കാനുണ്ട്, ജസ്റ്റ് പരിചയപ്പെടാം. അതുപോലെ തന്നെ മാനേജ് ആക്സസ്, നമ്മൾ ഷെയർ ചെയ്ത ഫയലിൻ്റെ ആക്സസ് മാനേജ് ചെയ്യാനാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 3 പേർക്ക് ഷെയർ ചെയ്തു, അതിൽ 2 പേർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യണം. എഡിറ്റ് ചെയ്യുന്ന ആളുകൾ കാണാൻ വേണ്ടി മാത്രം ആക്കാൻ പറ്റണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിലാണ് മാനേജ് ആക്സസിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇത് ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഇതിനൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇനി മേക്ക് അവൈലബിൾ ഓഫ്ലൈൻ 4ാമത്തെ ഓപ്ഷനാണ്. അതായത് ഈ ഒരു ഫയൽ ഓഫ്ലൈനായി നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ട പാകത്തിനും മാറ്റം വരുന്നതാണ് മേക്ക് അവൈലബിൾ ഓഫ്ലൈനായി സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഡീറ്റെയിൽസിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫയലിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടും. ഓക്കെ, ഈ ഫയലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. എത്ര സൈസ് ഉണ്ട്, 2.3 MB ഉണ്ട് ഈ ഫയലിൻ്റെ സൈസ്. ഓക്കെ, അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അത്ര സൈസും വരില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇമേജ് ഇട്ടതുകൊണ്ടാണ്. ഈ മദ്രസ ലൈബ്രറി എന്നുള്ളൊരു ഇമേജ് ഇട്ടതുകൊണ്ട് അത്ര സൈസ് വരുന്നത്. പിന്നെ എന്നാണ് ഉണ്ടാക്കിയത്, 1 ജൂലൈക്ക് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഓരോ ഇതിൻ്റെ സമയം എപ്പോഴാണ്, അത്ര കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ കാണുന്ന ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണുള്ളത്, കോപ്പി ലിങ്ക്. ഈ ഒരു ഫയലിലെ ലിങ്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി ലിങ്കിലേക്ക് പോയി നമുക്കിത് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. നമ്മുടെ ഫോണിൻ്റെ ക്ലിപ്പ് ബോർഡ് എന്ന് പറയും. കോപ്പി ചെയ്ത കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയാം. ഓക്കെ, അതിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. പിന്നെ സെൻഡ് എ കോപ്പി. ഈ സെൻഡ് എ കോപ്പി എന്നുള്ളതാണ് നമ്മൾ അസൈൻമെൻറ്റ് ചെയ്യാൻ പറയും. ആ അസൈൻമെൻറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ട് ഇതുപോലെ സെൻഡ് എ കോപ്പി അടിച്ചിട്ട് എക്സൽ ഫയലായിട്ടോ PDF ആയിട്ടോ അല്ലെങ്കിൽ ODS ആയിട്ടോ അല്ലെങ്കിൽ സിപ്പ് ഫയൽ, ഈ 4 ഓപ്ഷൻ ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്കോ മറ്റോ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അതിൻ്റെ താഴെയുള്ളത് മേക്ക് എ കോപ്പിയാണ്. മേക്ക് എ കോപ്പി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് ടെംപ്ലേറ്റുകൾ ഉണ്ടാവും. മദ്രസയിലേക്ക് ആവശ്യമായ നിസ്കാര ചാർട്ട് മുതൽ ഈ മദ്രസ ലൈബ്രറിയും മദ്രസ റെക്കോർഡ് മാനേജ്മെൻറ്റും അതുപോലെ ഒരുപാട് ടൂളുകളുണ്ട്. ഈ ടൂളുകളൊക്കെ ഷെയർ ചെയ്യുന്ന ഫയൽ എന്ന് പറഞ്ഞാൽ അത് എക്സൽ ഗുരുവിൻ്റെ ഒഫീഷ്യൽ അല്ലെങ്കിൽ എക്സൽ ഗുരു ഓൺ ചെയ്യുന്ന ഫയലുകളാണ്. ആ ഫയൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അനുമതിയില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, മേക്ക് എ കോപ്പി അടിക്കുക. അതായത് ഈ ഫയലിലെ സെയിം കോപ്പി ഉണ്ടാക്കുക. ഈ ഫയലിലെ സെയിം കോപ്പി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അത് നിങ്ങളുടേതായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ അപ്പം ഒരു മദ്രസക്ക് വേണ്ടിയിട്ട് MIM ലൈബ്രറി പറഞ്ഞ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി. അപ്പോൾ ഈ ഫയൽ എന്താണ്, നിങ്ങളുടെ ഫയലായി. അതായത് എൻ്റെ ഫയലിൽ നിന്ന്, എക്സൽ ഗുരുവിൻ്റെ ഫയലിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്തു, ആ ഫയലിനൊരു കോപ്പി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ഈ ഒരു ഫയൽ. അപ്പോൾ മേക്ക് എ കോപ്പി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മദ്രസ ലൈബ്രറി എന്നുള്ളത് കിടക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ മൊബൈലിൽ ലിങ്ക് തുറന്നാൽ കിടക്കുക നിങ്ങളെ ഡ്രൈവിലല്ല. അതായത് അത് സ്റ്റോർ ആയിരിക്കുന്നത് എൻ്റെ ഗൂഗിൾ ഡ്രൈവിലാണ്. എന്നാൽ നിങ്ങളതിന് കോപ്പി ഉണ്ടാക്കിയാൽ എക്സൽ ഗുരുവിൻ്റെ
മെയിൽ അഡ്രസ്സ് LG അല്ലെങ്കിൽ ഡ്രൈവിൽ കിടക്കുന്ന ഫയൽ നിങ്ങൾ കോപ്പി ഉണ്ടാക്കിയാൽ അതിൽ കോപ്പി ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഡ്രൈവിലാണ്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ സൗകര്യത്തിൽ എഡിറ്റ് ചെയ്യുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുക. പിന്നെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതായത് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ. ഈ ഒരു ഫയൽ ഇപ്പോൾ നമ്മൾ മൊബൈലിലല്ല ഉള്ളത്, നമ്മൾ ഡ്രൈവിൽ സ്റ്റോറായി കിടക്കുകയാണ്. അത് നമ്മൾ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ നിന്ന് ഉപയോഗിക്കാനുള്ള ഓപ്ഷനാണിത്, ഈ ഡൗൺലോഡ് എന്നുള്ള ഫീച്ചർ. പിന്നെ സേവ് ആസ് എക്സൽ, ഇത് എക്സൽ ഫയലാക്കി മാറ്റുന്നത്, ഗൂഗിൾ ഷീറ്റ് ഫയൽ എക്സൽ ഫയലാക്കി മാറ്റാനുള്ള ഓപ്ഷനാണ് സേവ് ആസ് എക്സൽ എന്നുള്ളത്. പിന്നെ റീനെയിം, ഫയലിൻ്റെ പേര് മാറ്റാൻ റീനെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡ്രൈവിലേക്ക് ഷോർട്ട് കട്ട് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത്ര പ്രധാനമുള്ള കാര്യങ്ങളല്ല അതൊന്നും. പിന്നെ മൂവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിൽ ഒരു സ്ഥലത്താണ് സ്റ്റോറായി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ ഫയൽ മാനേജറൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഫയൽ മാനേജർ ഡൗൺലോഡ്സിലുള്ള ഫയൽ ഒരുപക്ഷെ നമുക്ക് ഡോക്യുമെൻറ്റ്സിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ അല്ലെങ്കിൽ SD കാർഡിലേക്കോ മാറ്റേണ്ടി വരും. അതേപോലെ നമ്മൾ ഡ്രൈവിൻ്റെ അകത്ത് നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് മാറ്റാൻ മൂവ് ഉപയോഗിക്കും. അല്ലെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മൾ പൊതുവെ ഉപയോഗിക്കാറില്ല, കാരണം മൊബൈൽ നമ്മൾ അധികം പ്രിൻ്റർ കണക്ട് ചെയ്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യാറില്ല. പിന്നെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ഒരു ലെസണിൽ പറയാനുണ്ട്, ഇപ്പോൾ പറയുന്നില്ല. പിന്നെ റിമൂവ് എന്നുള്ള ഫയൽ ഓപ്ഷൻ നമ്മൾ ഫസ്റ്റ് കാണിച്ചു. ഈ റിമൂവ് എ ഫയൽ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഒരു ഫയൽ റിമൂവ് ചെയ്താൽ അത് പിന്നിൽ പോയി കിടക്കുന്നു കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഇതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, എട്ടാമത്തെ ലെസൺ എന്താണെന്ന് വെച്ചാൽ വർക്ക് ബുക്സ് ആൻഡ് വർക്ക് ഷീറ്റ് എന്നുള്ളതാണ്. വർക്ക് ബുക്സ് ആൻഡ് വർക്ക് ഷീറ്റ്, ഒരു വർക്ക് ബുക്കും ഒരു വർക്ക് ഷീറ്റും എന്താണ് എന്നുള്ളതാണ് ചോദ്യം. മദ്രസയിൽ വർക്ക് ബുക്ക് പറഞ്ഞ കുട്ടികൾക്ക് വർക്ക് ബുക്ക് ഉണ്ട് അല്ലേ. അതായത് നമ്മുടെ എക്സലിലും ഗൂഗിൾ ഷീറ്റിലും ഒക്കെ ഒരു ഫയലിന് പറയുന്ന പേരാണ് വർക്ക് ബുക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ MIM ലൈബ്രറി എന്നുള്ളതൊരു ഫയലാണ്. ഇതിന് നമ്മൾ എന്ത് വിളിക്കും? വർക്ക് ബുക്ക് എന്ന് വിളിക്കും. എന്നാൽ ഇതിൽ ഒരുപാട് ഷീറ്റുകളുണ്ട് അല്ലേ, ഒരുപാട് ഷീറ്റുകളുണ്ട്. ഈ ഷീറ്റുകൾ നമ്മൾ എന്ത് വിളിക്കും? വർക്ക് ഷീറ്റ് എന്ന് പറയും. ഓക്കെ, വർക്ക് ബുക്കും വർക്ക് ഷീറ്റും, അതായത് ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ അകത്തെ ഷീറ്റുകൾ, അതായത് പേജുകളെ നമ്മൾ എന്ത് ചെയ്യും? വർക്ക് ഷീറ്റ് എന്ന് പറയും. ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ സ്പ്രെഡ് ഷീറ്റ് എന്ന് പറഞ്ഞതാണ്. എന്താണ് സ്പ്രെഡ് ഷീറ്റ്? വാട്ട് ഈസ് സ്പ്രെഡ് ഷീറ്റ്? നമ്മൾ ഈ എക്സലിനെയും ഗൂഗിൾ ഷീറ്റിനെയും അതുപോലെ തന്നെ നമ്പേഴ്സ് ആപ്പിനെയും അതുപോലെ തന്നെ കാൽക്കിവിസ്, അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന, ഇത്തരം കള്ളികളുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. കണക്ക് കൂട്ടാനും നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ആപ്പുകളുണ്ട്. ഈ ആപ്പുകളൊക്കെ പൊതുവിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്രെഡ് ഷീറ്റ് എന്നുള്ളത്. ഓക്കെ, അവിടെ സ്പ്രെഡ് ഷീറ്റ്. അപ്പോൾ അവിടെ പേരെന്താണുള്ളത്? അൺടൈറ്റിൽഡ് സ്പ്രെഡ് ഷീറ്റ്. ഇതിന് പേരൊന്നും കൊടുത്തിട്ടില്ല, അതാണ് അൺടൈറ്റിൽഡ് സ്പ്രെഡ് ഷീറ്റ് എന്ന് പറയുന്നത്. അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേര് കൊടുക്കാത്തത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്പ്രെഡ് ഷീറ്റിൽ എന്താ ഉള്ളത് നോക്കാം. സ്പ്രെഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, കുറച്ച് കോളം കുറച്ച് റോ ഉണ്ടാവുക. കോളം എന്ന് പറഞ്ഞാൽ മുകളിൽ താഴോട്ടില്ലേ, ഇതിനാണ് കോളം എന്ന് പറയാം. ഓക്കെ, ഈ കോളങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഒരു കോളാണ് അല്ലേ, ഒരു കോളത്തിൻ്റെ പേര് ആണ്. മുതൽ ഇപ്പോൾ ഏകദേശം Z വരെ ഇവിടെ കോളുണ്ട് അല്ലേ, ഇത് നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ, Z വരെയുണ്ട്. അതുപോലെ തന്നെ താഴോട്ടാണെങ്കിൽ ഒരു 1000 വരെ ഉണ്ടാവും ഡിഫോൾട്ടായിട്ട്. നമുക്ക് ഡിലീറ്റ് ചെയ്യാനും കൂട്ടാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. 1000 വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 1000 റോ ഉണ്ട്, താഴോട്ട് 1000 റോയും ഇങ്ങോട്ട് ഒരു Z കോളുണ്ട് ഗൂഗിൾ ഷീറ്റിൽ. ഇതേപോലെ എക്സലാണെങ്കിൽ ഇതിലും അധികം ഉണ്ടാവും. നമ്മുടെ കമ്പ്യൂട്ടറിൽ എക്സലാണെങ്കിൽ ഏകദേശം 10 ലക്ഷം റോയും, ഏകദേശം റോ എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇങ്ങനെയുള്ളതാണ് റോ കേട്ടോ, ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളതാണ് റോ. കോളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. പത്രത്തിൽ കോളം എന്ന് പറഞ്ഞില്ല, പത്രത്തിൽ കോളല്ലേ. പത്രത്തിൽ കോളം പറയാൻ കാരണം എന്താ? പത്രം എന്നുള്ളത് ഓരോ കോളം ബേസിലാണ് വാർത്ത കൊടുക്കുക. പക്ഷേ നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ മതി അല്ലേ, അങ്ങനെ താഴോട്ട് ഒരു ന്യൂസ് പഠിച്ചു തുടങ്ങി ഇവിടെ എത്തും, പിന്നെ അതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ടാവുക അല്ലേ, ഇങ്ങനെ ഉണ്ടാവുക പത്രത്തിൽ വാർത്തകൾ. അതുകൊണ്ട് കോളത്തിലാണ് പത്രത്തിൽ വാർത്ത കൊടുക്കുക. അപ്പോൾ ആ രൂപത്തിൽ ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് കോളം. അപ്പോൾ എക്സൽ ഏകദേശം 16,000 കോളങ്ങളുണ്ട്. കമ്പ്യൂട്ടറിൽ എക്സലിൽ ഏകദേശം 16,000 കോളങ്ങളും ഏകദേശം 10 ലക്ഷത്തോളം 10,40,000 സംതിങ് എന്തുണ്ട്, റോകളുണ്ട്. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എന്ത് പറയാം, ഇത്തരം ആപ്പുകൾക്കാണ് സ്പ്രെഡ് ഷീറ്റ് എന്ന് പറയാം, സ്പ്രെഡ് ഷീറ്റ് ആപ്പ് എന്ന് പറയാം. അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് കോഴ്സിൻ്റെ ഭാഗമായിട്ട് എക്സലാണ് എനിക്ക് പഠിക്കണത്, ഗൂഗിൾ ഷീറ്റ് പഠിച്ചാൽ മതിയോ എന്ന് ചോദിക്കാറുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, ഗൂഗിൾ ഷീറ്റ് എക്സൽ ഏകദേശം ഒരു 90% കാര്യം സെയിം ആണ്. എക്സൽ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പൊതുവിൽ ഒരു അധ്യാപകനക്കോ അല്ലെങ്കിൽ പൊതുവിൽ ഒരു എന്താ പറയുക കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ട ആളുകൾക്ക് ഗൂഗിൾ ഷീറ്റും സ്പ്രെഡ് ഷീറ്റും ഏകദേശം സമാനമായിട്ടുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് എക്സൽ വേറെ തന്നെ പഠിക്കണം എന്ന് നിർബന്ധമില്ല. ഗൂഗിൾ ഷീറ്റ് പഠിച്ചാൽ തന്നെ എക്സൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന അതിൽ ഫോർമുലകളൊക്കെ ഏകദേശം സമാനമാണ്. നമുക്ക് ഏകദേശം എന്ന് പറഞ്ഞ സമയത്ത് അതിനപ്പുറത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് കൂടി സൂചിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്പ്രെഡ് ഷീറ്റ് എന്താണെന്ന് പറഞ്ഞു. ഈ സ്പ്രെഡ് ഷീറ്റിൽ നോക്കാം, ഒരു എയും ബിയും അല്ലേ, ഒരു സെല്ലെടുത്താൽ അതൊരു സെല്ലാണ്. ഈ സെല്ലെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ ഒരു ബിയും ഉണ്ട്, ഒരു കോളുണ്ട്, ഒരു റോയും ഉണ്ട് അല്ലേ. B12 എന്ന് വേണമെങ്കിൽ പറയും അല്ലേ,
ബിയിലും ആണ് പിന്നെ 12ലും ആണ് അല്ലേ. അപ്പം എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ടൈപ്പ് ചെയ്യാം അല്ലേ. ഇത് നോക്കിയാൽ ഇത് ബിയിലുമാണ് 12ലുമാണ്. അപ്പോൾ ഈ ബിയിലും 12ലുള്ള ഒറ്റ സെല്ലേ ഉണ്ടാവുള്ളൂ. സെല്ലെന്ന് പറഞ്ഞാൽ ഈ കള്ളിക്കാണ് സെല്ലെന്ന് പറയാം കേട്ടോ, സെല്ലെന്ന് പറയാം. അപ്പോൾ ഇതിങ്ങനെ കള്ളികളായിട്ട് വരുന്ന ആപ്പുകളാണ് നമ്മൾ എന്ത് പറയുക, സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത 10ാമത് പറയുന്നത് കോളം റോയും സെല്ലും ഒന്നുകൂടി വിശദമായിട്ട് പറയാം. ഓക്കെ, 10 എന്താണ് കോളം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഈ കോളും റോയും ഒക്കെ ഉള്ളതിനാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് പറഞ്ഞു. എന്നാൽ കോളും റോയും എന്താണെന്ന് ഒരിക്കൽ കൂടി പറയാം. ഓക്കെ, ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. എ എന്ന് പറഞ്ഞാൽ കോളം ഹെഡിങ് ആണ്. ഞാൻ എം ക്ലിക്ക് ചെയ്യുമ്പോൾ മൊത്തം സെലക്ട് ആണെന്ന് കാണാൻ പറ്റും അല്ലേ. വൈ ക്ലിക്ക് ചെയ്തൊക്കെ സെലക്ട് ആവില്ല, ഓരോന്ന് സെലക്ട് ആവുള്ളൂ അല്ലെ. സ്റ്റീം ക്ലിക്ക് ചെയ്തൊക്കെ സെലക്ട് ആവും. ഈ എ എന്നുള്ളത് എന്താണ്, കോളാണ്. കോളം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടുള്ളത് മനസ്സിലാക്കുക, അങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കുക. മുകളിൽ നിന്ന് താഴോട്ടുള്ളതിനാണ് എന്ത് പറയാം, കോളം എന്ന് പറയാം. റോ എന്ന് പറയാം വരി എന്ന് പറയും, വരി എന്ന് പറയും. നമ്മൾ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറബിയൊക്കെ എഴുതുന്നത് നേരെ താഴോട്ടല്ലേ, വരി വരിയായിട്ടാണ് എഴുതുക. അപ്പോൾ ഇതിന് റോ എന്ന് പറയും. റോക്ക് വരി എന്ന് പറയും. കോളത്തിന് നമ്മൾ കോളം തന്നെ പറയല്, മലയാളത്തിലും കോളം തന്നെയാണ് പറയല്. കോളം ഒരു ഇംഗ്ലീഷ് വാക്കാണ്. അപ്പോൾ റോയും കോളുമാണ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയുള്ളതാണ് എന്ത് റോ, ഇങ്ങനെയുള്ളതാണ് കോളം. അത് കൃത്യം പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മളെപ്പോഴും പിന്നെ കോളം റോ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ മാറിപ്പോകരുത്. കോളം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടുള്ളത്, കീപ്പട്ടുള്ളത് അല്ലേ, മുകളിൽ നിന്ന് കീപ്പോട്ട്. റോ എന്ന് പറഞ്ഞാൽ ഈ വശങ്ങൾ, നമ്മൾ വരി എന്ന് പറയാം അല്ലേ. വരി ഒട്ടകങ്ങൾ വരി എന്ന് പറഞ്ഞ പോലെ വരി ആയിട്ടുള്ള നമ്മൾ വരി എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, റോനെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇപ്പം നമുക്ക് വരി എന്നുള്ളതിൽ അല്ലേ വരി അല്ലേ, രണ്ടാമത്തെ അക്ഷരം റാ ആണ്. അപ്പോൾ റോ എന്നുള്ളതിൽ ആദ്യത്തെ അക്ഷരം റാ ആണ്. അപ്പോൾ വരി റോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് കോളം, സെല്ല് എന്താണ് സെല്ല്. ഈ ഒരു കോളവും ഒരു റോയും എന്ത് ചെയ്യും, എവിടെയെങ്കിലും തമ്മിൽ കൂട്ടിമുട്ടും. ഇപ്പോൾ സിയും ഈ 3ഉം ഇവിടെയാണ്, C3യിലാണ് കൂട്ടിമുട്ടുക അല്ലേ. ഈ ഒരു കോളത്തിനാണ് സെല്ല് എന്ന് പറയും അല്ലേ. സോറി, ഈ ഒരു ഇതിന് നമ്മൾ സെല്ല് എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരുപാട് സെല്ലുകളുണ്ട്. ഈ സെല്ലിൻ്റെ അഡ്രസ്സാണ് C3. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ കള്ളികളുണ്ട്, ഒരുപാട് കള്ളികളുണ്ടാവും. ഓക്കെ, ഈ കള്ളികൾക്ക് എന്ത് പറയും, സെല്ലുകൾ എന്ന് പറയും. സെല്ലുകൾ പറയും. ഓരോ സെല്ലിനും ഒരു അഡ്രസ്സ് ഉണ്ടാവും, ഓരോ സെല്ലിനും ഒരു അഡ്രസ്സ് ഉണ്ടാവും അല്ലേ. നമ്മൾ ഓരോ വ്യക്തികൾക്കും അഡ്രസ്സ് ഉണ്ടെന്ന് പറയുന്നത് പോലെ ഓരോ സെല്ലിനും ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഈ സെല്ലിൻ്റെ അഡ്രസ്സ് എത്രയാണ്, C5 ആണ്. എങ്ങനെ അഡ്രസ്സ് പറയാം, ആദ്യം കോളത്തിൻ്റെ പേര്, കോളത്തിൻ്റെ അഡ്രസ്സ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അപ്പോൾ ഇവിടെ പോകുന്നു സെറ്റ്, ഇത് സെറ്റ്. അപ്പോൾ സെറ്റ് ഇത് ആദ്യം സെറ്റിലുള്ളത്, അപ്പോൾ സെറ്റ്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് തുടങ്ങുക എങ്ങനെ, സെറ്റിലാണ് തുടങ്ങുക. പിന്നെ 1 ആദ്യം ഇംഗ്ലീഷ് ആൽഫബറ്റിക്കും, പിന്നെന്താ പറയുക, പിന്നെ നമ്മുടെ നമ്പറാണ് പറയും, സെറ്റ് 1. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഇടാൻ പറ്റുക അവിടെ AB AC AD ഉണ്ടോ. ഈ രൂപത്തിൽ നമുക്ക് ഈ കോളം ആഡ് ചെയ്ത് അങ്ങനെ പോകാം. താഴോട്ട് അതേപോലെ പറ്റും, താഴോട്ട് അതേപോലെ പറ്റും. നമുക്ക് 1000 എന്നല്ല 50,000 1,00,000 എന്ത് ചെയ്യാം, സെല്ലുകൾ താഴെ ആഡ് ചെയ്യാം. സോറി, 1002 ആയില്ലേ, 1003. ഓക്കെ, അതാണ് കോളവും റോയും സെല്ലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് വിചാരിക്കുകയാണ്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഇതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോളവും റോയും സെല്ലൊന്നും അതിൻ്റെ സൈസിൽ കാര്യമില്ല. കണ്ടോ, ഇത് കൂടി കുറഞ്ഞെന്നുള്ളതൊന്നും സൈസിൽ കാര്യമില്ല. നമ്മൾ കാണുമ്പം സൈസിൽ കാര്യമുണ്ടെങ്കിലും ഈ എക്സലിനെ സംബന്ധിച്ചിടത്തോളം, ഗൂഗിൾ ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ യാതൊരുവിധ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും അതിലില്ല. ഇനി നമ്മൾ പറയുന്നത് ബേസിക് ഫോർമാറ്റിംഗ് ആണ്. ഓക്കെ, ബേസിക് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ഫോർമാറ്റിംഗ്. ശ്രദ്ധിക്കുക, നമ്മൾ ഫോർമാറ്റിംഗ് എന്നാണ് പറയുക. ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ വലിപ്പം. ശ്രദ്ധിച്ചോളൂ, ബേസിക് ഫോർമാറ്റിംഗ്. ഓക്കെ, ഒന്ന് എന്താണ്, അക്ഷരങ്ങളുടെ വലിപ്പം. മലയാളത്തിൽ തന്നെ ഇതാ വലിപ്പം ഫോർമാറ്റ് പെട്ടതാണ്. അക്ഷരങ്ങൾ കളർ ഫോർമാറ്റ് പെട്ടതാണ്. പിന്നെ ഇതുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ സെല്ലിൻ്റെ കളർ എന്ത് പെട്ടതാണ്, ഫോർമാറ്റ് പെട്ടതാണ്. ഫോർമാറ്റ് പെട്ടതാണ്. പിന്നെന്താ ഉള്ളത്, പിന്നെ അക്ഷരത്തിലെ സ്റ്റൈല്, ഫോണ്ട് എന്ന് പറയില്ലേ, അതിന് ഫോണ്ട് എന്നാ പറയാം. പറയാത്ത ഉസ്താദന്മാരുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അറിയാത്ത ആളുകളും ഈ കോഴ്സിൽ, ടീച്ചേഴ്സൊക്കെ ഈ കോഴ്സിൽ ഉണ്ടായതുകൊണ്ടാണ് ഓരോന്ന് വ്യക്തമായി പറയുന്നത്. ഓക്കെ, ഫോണ്ട് സൈസ്, ഫോണ്ട് സൈസ് നേരത്തെ പറഞ്ഞു, വലുപ്പത്തിൽ പറഞ്ഞു. ഫോണ്ട് സ്റ്റൈല്, ഇപ്പോൾ ഓരോ വ്യത്യസ്തമായ സ്റ്റൈലിലുള്ള എഴുത്തുകൾ ഉണ്ടാവില്ല. മലയാളത്തിൽ തന്നെ വ്യത്യസ്തമായി, ഇംഗ്ലീഷ് വ്യത്യസ്തമായ ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ ഉണ്ടാവും. അതിനാണ് ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയാം. പിന്നെ ബോൾഡ് കട്ടി കൂട്ടുക.
പിന്നെ എന്താണ് അണ്ടർലൈൻ, അടിവര അല്ലേ, അടിവര എന്ന് എഴുതിയാൽ മതിയല്ലേ, അടിവര അടിവര. ഓക്കെ. പിന്നെന്താ ഉള്ളത്, ഇറ്റാലിക്, ഇറ്റാലിക് എന്ന് പറയാം, ഒന്ന് ചെരിച്ചിടാം. ഓക്കെ, ഇറ്റാലിക്. പിന്നെന്താ ഉള്ളത്, പിന്നെ ഈ ബോർഡർ, ഈ സെല്ലിപ്പം ഇതിന് ഒരു ബോർഡറൊന്നുമില്ല, ഇത് നമുക്ക് മനസ്സിലാൻ വേണ്ടി ചെറിയൊരു ലൈൻ ഉണ്ട് എന്നല്ലാതെ ബോർഡറില്ല. അപ്പോൾ ഇതിനൊരു ബോർഡർ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ബോർഡർ. പിന്നെ നമുക്ക് എന്താ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്, കളറ് പറഞ്ഞു, ഇപ്പോൾ ലെറ്ററിൻ്റെ വലിപ്പം, ലെറ്ററിൻ്റെ പിന്നെ കളറ് ഒക്കെ പറഞ്ഞില്ലേ, എഴുത്തിൻ്റെ കളറൊക്കെ പറഞ്ഞു, പിന്നെ അതൊക്കെ പറഞ്ഞു. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ എന്തുണ്ട്, ഈ നമ്മളെ സെല്ലിൻ്റെ എന്തൊക്കെ പറഞ്ഞു, സെല്ലിൻ്റെ കളർ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബോൾഡൊക്കെ എന്താണ്, സെല്ല് വിട്ടതാണ്, ബോർഡർ കട്ട് ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യും അല്ലേ, ഡിലീറ്റ്. ഓക്കെ, അപ്പോൾ കറക്റ്റായി. ഇനി സെല്ലിൽ എന്തൊക്കെ ഉണ്ടാവും, സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കള്ളിയിൽ നമുക്ക് കളർ കൊടുക്കാൻ പറ്റും, കള്ളിൻ്റെ അകത്ത് കള്ളിൻ്റെ ചുറ്റും ഒരു കള്ളി ഇറക്കാൻ പറ്റും, ബോർഡർ എന്ന് പറയാം, ബോർഡർ ഇറക്കാൻ പറ്റും. പിന്നെ ഇത് നടുവിലേക്ക് ആക്കാൻ പറ്റും അല്ലേ, അതിന് നമുക്ക് എന്താ അലൈൻമെൻറ്റ് എന്ന് പറയാം, അലൈൻമെൻറ്റ് അല്ലേ, അലൈൻമെൻറ്റ് പറഞ്ഞാൽ നമ്മളെ വണ്ടിൻ്റെ അലൈൻമെൻറ്റ് എന്നൊക്കെ പറയില്ലേ, അലൈൻമെൻറ്റ്. ഓക്കെ, അതായത് സൈഡിലേക്കും നടുവിലേക്കും മറ്റേ അലൈൻമെൻറ്റ് എന്ന് പറയാം. പിന്നെ റാപ്പ് എന്നാണ് ഇംഗ്ലീഷിന് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കണം എന്താണ്, നമ്മൾ സാധനം റാപ്പ് എന്നറിയില്ലേ, റാപ്പ് കോപ്പി ചെയ്യുന്നു. റാപ്പിന് കുറച്ചധികം സെല്ല് ആവശ്യമുണ്ട്. കോപ്പി റാപ്പ് സെലക്ട് ഓൾ, വീണ്ടും കോപ്പി ചെയ്യുന്നു, കോപ്പി റാപ്പ്. നമ്മൾ എന്ത് ചെയ്തു, ഈ കളി ഒരുപാട് എന്തുണ്ട്, റാപ്പ് ഉണ്ടല്ലേ, അപ്പോൾ ഇത് നമുക്ക് എന്താ താഴോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇത് അപ്പുറത്തേക്ക് പോയി, അത് നമുക്ക് പറയാം, റാപ്പ് പറയുമ്പോൾ പറയാം. പിന്നെ നമുക്കുള്ളത് ചെരിക്കാണ്, ചിലപ്പോൾ ഫോണ്ട് ചെരിക്കേണ്ടി വരും, റൊട്ടേറ്റ്, ചെരിക്കുക കൊടുക്കല്ലേ, ചെരിക്കുക. ഓക്കെ. പിന്നെന്താ ഉള്ളത്, ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഫോണ്ട് ഇതൊക്കെ ആയിട്ട് പറയാനുള്ളത്. നമുക്ക് ഓരോന്നോരായി നോക്കാം. വലിപ്പം, എനിക്ക് ഈ ഒരു ഫോണ്ടിൽ വലിപ്പം കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യണം, ഈ ഒരു ഇതിമ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ താഴെ കുറച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ബോൾഡാണ് ഫസ്റ്റ് ഉള്ളത് അല്ലേ, നമുക്ക് ആദ്യം ബോൾഡ് ഇടാം. ബോൾഡാണ്. പിന്നെ ഇത് അടിവരല്ല കേട്ടോ, അത് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയാം, വേറെയാണ് അല്ലേ, അടിവരല്ല, അത് നേരെ വരക്കണതാണ്, സ്ട്രൈക്ക് ത്രൂ എന്ന് പറയാം. വെട്ടിടുക അല്ലേ, നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് ത്രൂ വേണ്ട. ഓക്കെ, ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്, മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഈ ഒരു താഴെ ശരി ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് പോയാൽ ഈ താഴെ ശരി ക്ലിക്ക് ചെയ്യുക, സ്ട്രൈക്ക് ത്രൂ ഒഴിവാക്കുക. എന്നിട്ട് ഞാൻ വലിപ്പത്തിൽ ഞാൻ തിരിച്ചു വരുന്നു. മുകളിൽ ഒരു എ ഉണ്ട്, മുകളിലൊരു ടിക്ക് ഉണ്ട് ഫസ്റ്റ് തന്നെ, ഇവിടെ അല്ലേ, ഇവിടെ ഒരു ഫസ്റ്റ് ടിക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ബാക്ക് അടിക്കാനുണ്ട്, തിരിച്ച് പോകാനുള്ളത്, തിരിച്ച് അണ്ടു റീഡ്, അത് നമുക്ക് പറയാം. പിന്നെ എന്താ ഒരു എ കണ്ടോ, എ എന്ന് പറയുന്നത് ടെക്സ്റ്റ് അല്ലേ, ഈ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉള്ളത്. അത് ക്ലിക്ക് ചെയ്യുന്നു. ഇതാ ഫോർമാറ്റ് ഉണ്ടോ, നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നില്ലാണ്, ഫോർമാറ്റിൽ ഇതാ ഒരുപാട് കാര്യമുണ്ട്. ഒന്ന് വലിപ്പല്ലേ, വലിപ്പം നമുക്ക് നമ്മുടെ 10 10 വലിപ്പമാണ്. അപ്പോൾ എന്താ, ഈ 10 എടുക്കുന്നു, വലിപ്പം കൂട്ടുന്നു, 18 ആക്കുന്നു. കണ്ടോ, ചെറുതാക്കാം. പിന്നെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യുക, വലിപ്പം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വലിപ്പത്തിൽ വന്ന് നമുക്ക് വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കളറ്, ഫോണിൻ്റെ കളറാണ്, അപ്പോൾ ഫോണിൻ്റെ കളർ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിൽ വന്നിട്ട് എന്തെങ്കിലും ഫോണിൻ്റെ കളർ മാറ്റാം. ഓക്കെ, ഫോണിൻ്റെ കളർ ഒരുപാട് കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ, പിന്നെ ഫോണ്ട് സ്റ്റൈല്, ഫോണ്ട് തന്നെ മാറ്റാം. ഓക്കെ, ഏരിയയിൽ വരുന്നു. ഒരു പക്ഷേ ഈ ഫോണ്ട് ഉണ്ടാവില്ല. ഓക്കെ, അതിനൊക്കെ മലയാളം ഉണ്ടല്ലേ. ഓക്കെ, ഇവിടെ ഫോണ്ട് ഉണ്ട്. നിങ്ങൾ മലയാളം ഫോണ്ട് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഇംഗ്ലീഷ് ഫോണ്ട് പൊതുവേ ഉണ്ടാവും. ഞാൻ ഇത് ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ വന്നത്. ഓക്കെ, ഞാൻ തന്നെ കൊടുക്കുന്നു. ഫോണ്ട് മാറ്റാം, അതിന് സ്റ്റൈല് മാറ്റാം. ഓക്കെ, ബോൾഡ്, ഇത് ബോൾഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ബോൾഡ് ഒഴിവാക്കാം. ബോൾഡ് ചെയ്യാം. ഈ ബി ആണ് ബോൾഡ് അല്ലേ. അടിവര അണ്ടർലൈൻ ഉണ്ട്, യുവിൻ്റെ അടിയിൽ വരാം, അതാണ് അണ്ടർലൈൻ. അടിവര ഇട്ടു, ഇറ്റാലിക്ക് ശരിച്ചു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഫോണ്ടുമായി ബന്ധപ്പെട്ട് വലിപ്പം കൂട്ടാം
അല്ലേ? ഒക്കെ നമുക്ക് ഒന്നിനും ചെയ്ത് നോക്കാം, എല്ലാ കാര്യവും ഒന്നും ചെയ്ത് നോക്കാം. വലിപ്പം കൂട്ടിയില്ല, വലിപ്പം ഒരു 15 ആകണം, 18. ഓക്കെ, ഫോണ്ട് നമുക്ക് മാറ്റാം, അതിനൊക്കെ കൊടുക്കാം. ബോൾഡാണ്, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ കൊടുക്കാം, സ്ട്രൈക്ക് ത്രൂ കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഒന്നിനും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു ഫോണ്ടുമായി ബന്ധപ്പെട്ട കാര്യം എന്നുള്ളത്. ഇനി സെല്ലുമായി ബന്ധപ്പെട്ട, ഒരു കള്ളിയുമായി ബന്ധപ്പെട്ട സെല്ല് കളറാണ്. സെൽ കളർ എങ്ങനെ കൊടുക്കാം? ഇതുണ്ടോ, ഫോർമാറ്റ് സെല്ല് ഉണ്ടോ താഴെ? എങ്ങനെ ഫോർമാറ്റ് സെല്ല് എടുക്കാം? ആദ്യം സെല്ല് കളർ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സെല്ല് കളർ നമുക്ക് ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സെല്ലുമായി ബന്ധപ്പെട്ട എല്ലാ ഓപ്ഷനും കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് താഴോട്ട് വരിക. അവിടെ ഫോർമാറ്റ് സെല്ല് ഉണ്ടോ? ഇതിലുണ്ട് ഫില്ലില്ലേ, ഫില്ല് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പിന്നെ കളർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല ഇരുണ്ട കളർ കൊടുക്കുകയാണെങ്കിൽ ഫോണ്ടിൻ്റെ കളർ ലൈറ്റ് ആയിരിക്കണം. ഓക്കെ, ഇതിപ്പോൾ നല്ല ഇരുണ്ട കളർ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോണ്ടിൻ്റെ കളർ എന്താക്കണം, ലൈറ്റ് ആക്കണം അല്ലേ? ഈ ഫോണ്ടിൻ്റെ കളർ നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാം കേട്ടോ. ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അല്ലേ? കാണാൻ പറ്റും താഴത്തെ ഓപ്ഷൻസ് ഉള്ളത് ഉണ്ടോ? ബോൾഡ്, സ്ട്രൈക്ക് ത്രൂ, ഫോണ്ടിൻ്റെ കളറ്, പിന്നെ എന്താണ് അലൈൻമെൻറ്റ്, അത് പറയാം. പിന്നെ സെല്ലിൻ്റെ കളറ്, പിന്നെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് തിരിച്ചു വരുന്നു. ഇനി ബോർഡർ അല്ലേ, ബോർഡർ എങ്ങനെ ഇടുക? ബോർഡർ ഇടണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ 2 സെല്ല് സെലക്ട് ചെയ്താൽ, ഒന്നിലധികം സെല്ല് സെലക്ട് ചെയ്താൽ ബോർഡറിൻ്റെ ഓപ്ഷൻ താഴെ വരും. നിങ്ങൾ കാണുന്നുണ്ട് ബോർഡറിൻ്റെ ഓപ്ഷൻ, ഇതാണ് ബോർഡർ അല്ലേ? എന്നാൽ ഒറ്റ സെല്ല് മാത്രം സെലക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒരു സെല്ല് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ബോർഡർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ പോവുക, ഇവിടെ ഫോർമാറ്റ് സെല്ലിൽ വരിക, ഇവിടെ ഉണ്ട് ബോർഡറിൻ്റെ ഓപ്ഷൻ. ഓക്കെ, നമുക്ക് ഈ ബോർഡർ കൊടുക്കാം. ബോർഡറായി അല്ലേ? അതാണ് ബോർഡർ എന്ന് പറഞ്ഞാൽ. ഇനി അലൈൻമെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് അലൈൻമെൻറ്റ് എവിടെയുള്ളത്? ബോർഡർ അല്ലേ, ഫോർമാറ്റ് സെല്ലിലാണ് ഉണ്ടാവുക. ഓക്കെ, കേട്ടോ, ഫോർമാറ്റ് സെല്ല് ഇതാ. ഓക്കെ, അലൈൻമെൻറ്റ് നമുക്ക് എടുക്കാം. അലൈൻമെൻറ്റ് ഇവിടെ ഉണ്ടാവുക, അലൈൻമെൻറ്റ് എടുക്കുന്നു, ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ഉണ്ട് അലൈൻമെൻറ്റ്, ഇവിടെ ഓപ്ഷൻ കണ്ടങ്ങൾ ഫോർമാറ്റിൽ എന്തുണ്ട്, ഒന്ന് സെൻട്രൽ അലൈൻമെൻറ്റ്, സെൻട്രലായി. ഇനി ലെഫ്റ്റ് അലൈൻമെൻറ്റ്, ഇപ്പോൾ ലെഫ്റ്റിലായി, ക്ലിയർ അല്ലേ? ഓക്കെ, റൈറ്റ് റൈറ്റിലായി, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻട്രൽ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്. ഓക്കെ, ഞാൻ അലൈൻമെൻറ്റ് എന്ന് പറയാം. ഇനി അലൈൻമെൻറ്റ് ഇത് മാത്രമല്ല ഉള്ളത്, ഞാൻ ജസ്റ്റ് ഇത് വലുതാക്കുന്നു, ഈ കള്ളി വലുതാക്കുന്നു. അപ്പോൾ ഈ സാധനം ഇവിടെ കിടക്കുന്നത്, ഇതിന് താഴെ കിടക്കണത്, ഇവിടെ നോക്കി നിങ്ങൾ, ഈ അലൈൻമെൻറ്റ് അപ്പുറത്ത് എന്താ ഉള്ളത്, താഴെ എന്നല്ല ഉള്ളത്. അപ്പോൾ സെൻട്രലിലേക്ക് ആക്കാമാണെങ്കിൽ ഇനി മുകളിലേക്ക് ആക്കാം. ഓക്കെ, സെൻറ്റർ നോട് ഉണ്ടോ, ഇങ്ങനെ ആക്കാം. ഈ രൂപത്തിലൊക്കെ അലൈൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു സെല്ല് പിന്നെ വലത് ഇടത് സെൻറ്റർ, അതേപോലെ തന്നെ മുകളിൽ താഴെ സെൻറ്റർ, ഈ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലൈൻ ചെയ്യാൻ പറ്റും. ഇതിനാണ് അലൈൻമെൻറ്റ് എന്ന് പറയാം, അലൈൻ ചെയ്യാന്ന് പറയാം. ഓക്കെ, ലെഫ്റ്റ് അലൈന്, സെൻട്രൽ അലൈന്, റൈറ്റ് അലൈന്, ഇത് ഒരുപാട് അലൈൻമെൻറ്റ് ഈ രൂപത്തിൽ കാണാൻ പറ്റും. പിന്നെ എന്താണ് റാപ്പ് എന്നുള്ളതാണ്. നമുക്ക് റാപ്പ് ഇവിടെ വരാം. ഇതാണ് റാപ്പ്. ഈ ഫോർമാറ്റിൽ നമ്മളിതെടുക്കുന്നു, ഈ ഫോർമാറ്റിൽ ഈ അലൈൻമെൻറ്റ് നേരെ താഴെ കാണാൻ പറ്റും എന്ത്, നേരെ ഇത് റാപ്പ് സ്റ്റൈലാണ് അല്ലേ? ഇതൊരു സ്റ്റൈലാണ്. അതായത് നമ്മുടെ എയ്ത്തിൻ്റെ എക്സ്ട്രാ, നമ്മളെ എയ്ത്ത് ഒരു കള്ളിയിൽ കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ടെക്സ്റ്റ് ഒരു കള്ളിയിൽ കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് അപ്പുറത്തെ കള്ളിയിലേക്ക് പോകും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിലവിൽ നമുക്കിവിടെ കാണുന്നുണ്ട് റാപ്പ്, ഇവിടെ കാണുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യാണ്. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു 2 0 ആഡ് ചെയ്താൽ അത് മുറിഞ്ഞു പോയി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ റാപ്പ് ഒന്ന് ഫുള്ള് കാണാൻ പറ്റും, ഇതിൻ്റെ ബാക്കി എന്താണെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് റാപ്പ് എന്നുള്ള ഓപ്ഷൻ. എന്താ റാപ്പ് എന്ന് പറഞ്ഞാൽ, താഴോട്ടാക്കുക. ഈ നേരെ എന്നുള്ളതിന് താഴെ കണ്ടോ നിങ്ങൾ, അതായത് ഈ നേരെ എന്നുള്ള ഉദ്ദേശം എന്താ, ഈ ലൈനിൽ നിന്ന് തുടങ്ങി നമ്മുടെ ടെക്സ്റ്റ് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ലൈൻ കാരണം അപ്പുറത്തെ ലൈൻ കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുക എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് കണ്ടോ നിങ്ങൾ, ഈ ലൈനിൽ നിന്ന് തുടങ്ങിയിട്ട് സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് പോകണം. അത് ക്ലിക്ക് ചെയ്താണ്ടോ താഴോട്ട് വന്നു, കണ്ടില്ലേ? 2 ലൈനായി. ഇത് എത്ര ലൈനാവും? ഇത് എത്ര ലൈന് വേണമെങ്കിലാവും. ഇനി അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ 0 ഇല്ലയെന്ന് വിചാരിക്കാം. നമ്മൾ ക്ലിയർ ചെയ്യുന്നു, ഇവിടെ 0 ഇല്ലയെന്ന് വിചാരിക്കാം. അപ്പോൾ നേരെ പോണതിന് പകരം ആ സെല്ലിൽ ഒന്ന് നിൽക്കണം. ഈ ഒരു ഓപ്ഷൻ ആണെങ്കിൽ അപ്പുറത്തെ സെല്ലിലേക്ക് പോകും. അപ്പുറത്തെ സെല്ലിലേക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. എവിടെയാണോ സെല്ല് അവസാനം എവിടെ വെച്ച് മുറിയും. ഇതിന് ചിത്രം നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി റൊട്ടേറ്റ് ആണ്. റൊട്ടേറ്റ് പറഞ്ഞാൽ ചെരിക്കുക എന്നുള്ളതാണ്. നോക്കാം എന്താ ചെരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെ ഫോൺ ഈ ഒരു എയ്ത്ത് നമുക്ക് എന്ത് ചെയ്യാം, പല രൂപത്തിൽ ചെരിക്കാൻ പറ്റും. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്നു, ഈ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു, താഴെ വരുന്നു. നമ്മൾ ഇപ്പം എന്താ പറയുക, ഈ റാപ്പിൻ്റെ അപ്പുറത്ത് കാണുന്നത് അല്ലേ, ഒരു താഴെ ഒരു ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്കുണ്ടോ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ടിൽറ്റ് അപ്പ് ചെരിച്ചു, കണ്ട, ടിൽറ്റ് ഡൗൺ താഴോട്ട് ചെരിച്ചു, സ്റ്റാക്ക് വെർട്ടിക്കലി ഇങ്ങനെ ചെയ്ത് ചെരിക്കുക. ഓക്കെ, ഇനി റൊട്ടേറ്റ് അപ്പ് മുകളിലേക്ക് ചെരിച്ചു,
റൊട്ടേറ്റ് ഡൗൺ, താഴേക്ക് ചരിച്ചു. ഇനി നമുക്ക് വേണ്ട ഒരു ആംഗിളിൽ ചരിക്കാം അല്ലേ, നമുക്ക് വേണ്ട ഒരു ആംഗിളിൽ എന്ത് ചെയ്യാം ചരിക്കാം. 90, 85, 45 നോക്കിയാണല്ലോ, 45 ശരിയും. ഓക്കെ, പല രൂപത്തിൽ നമ്മൾ വേണ്ട ആംഗിളിൽ ശരിക്കും എന്ത് പറയാം, ഈ കസ്റ്റം റൊട്ടേറ്റിംഗ്. അപ്പോൾ ഞാൻ റൊട്ടേഷൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതിന് താഴെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പിന്നെ ഒരു ദിവസം പറയാം. ഇത് ഫോർമാറ്റിങ്ങിൻ്റെ ഭാഗമാണ്, പക്ഷേ നമ്പർ അല്ലേ, നമ്പർ ഫോർമാറ്റിംഗ്, ഡേറ്റ് ഫോർമാറ്റിംഗ് ബന്ധപ്പെട്ടതാണത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഈ ഫോർമാറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കളർ കൊടുക്കാനും, പിന്നെ ഈ സെല്ലിന് കളർ കൊടുക്കാനും, ബോർഡർ കൊടുക്കാനും, അതുപോലെ റാപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ ചെരിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഇതിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇതന്നെ ഉള്ളൂ, നമ്മൾ ഇതേ കാര്യം മാത്രമേ മൊത്തത്തിലുള്ളൂ. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര കാര്യമുള്ളൂ. ഇതിൽ പിന്നെ എന്തും ഒരു പോസ്റ്റർ നല്ല ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഭംഗിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോൾഡ് ആക്കേണ്ടി വരും, കളർ മാറ്റേണ്ടി വരും, ഫോണ്ട് മാറ്റേണ്ടി വരും. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു മദ്രസേൻ്റെ ഒരു പിന്നെ റിസൾട്ടൊക്കെ ഒരു നോട്ടീസിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കുകയാണ്. ജസ്റ്റ് നോട്ടീസ് പോലെ ഉണ്ടാക്കാണ്ട് നോക്കിയോളി. മദ്രസയുടെ പേരടിക്കാണ്, എന്ത് മുനവ്വിറുൽ ഒരു വാമതി ഇസ്ലാം മദ്രസ. ഓക്കെ, ഇനി താഴോട്ട് പാദവാർഷിക പരീക്ഷ, പാദവാർഷികയുടെ വർഷല്ലേ, വോയിസ് ടൈപ്പ് ചെയ്യാം, പാദവാർഷിക പരീക്ഷ. ഓക്കെ, താഴോട്ട് ഞാൻ അറിയിപ്പ് വേണ്ട. പാദവാർഷിക പരീക്ഷ പ്രമാണിച്ച് മുഴുവൻ ഉസ്താദുമാരും ക്ലാസ്സിൽ ക്ലാസ് ടെസ്റ്റ് നടത്തേണ്ടതാണ്. ഓക്കെ, ഇതായി. നമുക്കിത് വെച്ചൊന്ന് നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് പ്രാക്ടിക്കലാക്കി വെക്കാം. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 3 സെല്ല് വേണം. അപ്പൊ നമ്മൾ പറയാത്തൊരു കാര്യമാണ് മെർജിങ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, പിന്നെ പറയാം. ഓക്കെ, മെർജിങ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ പറയാം. ഓക്കെ, ഇവിടെ വരുന്നുണ്ട്, എന്നാലും നമുക്ക് ഇപ്പൊ തന്നെ പറഞ്ഞിടാം. ഏതായാലും ഇതിന്റെ ഭാഗമായിട്ട് പറയാം. ഇനിയിപ്പോ പറയാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട. ഓക്കെ, മെർജിങ് പറയാം. മെർജിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിലധികം കള്ളികൾ കൂട്ടി യോജിപ്പിച്ച് ഒറ്റ കള്ളിയാക്കണേ മെർജ് എന്ന് പറയാം. മെർജ് ചെയ്യാം. മെർജ് ചെയ്യണമെങ്കിൽ 2 കള്ളി എന്താ സെലക്ട് ചെയ്യേണ്ടത്, ഒരു കള്ളി മെർജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ 2 കള്ളി സെലക്ട് ചെയ്യുന്നു, എ മുതൽ സി അല്ല. എങ്ങനെ സെലക്ട് ചെയ്യാം, ഒരു സെൽ സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇതിന്റെ മൂലയിൽ അല്ലെ, ഒരു സെല്ലിൽ 2 മൂലയിലും ഒരു എന്താണ് താഴെ വലതുഭാഗത്തും മുകൾ ഇടതുഭാഗത്തും ഒരു നീല അല്ലെങ്കിൽ 2 കുത്തുകൾ കാണാൻ പറ്റും. നീല എന്നുള്ള പല കളറിലായിരിക്കും, ഡോട്ടുകൾ കാണാൻ പറ്റും. ആ ഡോട്ടിൽ നമ്മൾ പിന്നെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചാല് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. ഇനി താഴെ കണ്ടോ, ഏറ്റവും നടുവില് ഈ കളറിന്റെ ചിഹ്നത്തിന്റെ അപ്പുറത്തും അലൈൻമെന്റ് ചിഹ്നത്തിന്റെ നടുവിലായിട്ട് അല്ലെ, അപ്പുറത്തുമായിട്ട് ഒരു മെർജിന്റെ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഇത് ഒറ്റ കള്ളി അല്ലെ, ഒറ്റ കള്ളി. ഇനി ഒറ്റ കള്ളിയാൻ ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യുന്നു, സെൻട്രൽ അലൈൻമെന്റ് ആക്കുന്നു. ഓക്കെ, ഇനി ഇതും അതേപോലെ ചെയ്യാം, മെർജ് ഒറ്റ കള്ളി. ഓക്കെ, ഇത് വലുതാക്കണം, എടുക്കുന്നു, ബോൾഡ് ആക്കണം, ഫോണ്ട് അനക്കാക്കാണ്, ഒന്ന് വലുതാക്കുന്നു, 12. ഇത് അത്ര വലുതാക്കണ്ട, ഇത് അനക്കാക്കണം, വൃത്തിയായിക്കോട്ടെ, ഒരു 11 മതി, ഇതൊരു 13 ആയിക്കോട്ടെ, 14 ആയിക്കോട്ടെ. ഓക്കെ 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 ഇനി ഇതെന്താണ്, ഇത് ഈ പുറത്തേക്ക് പോയില്ലേ, പുറത്തേക്ക് പോകുമ്പോൾ എന്താ റാപ്പല്ല ചെയ്യേണ്ടത്. ഞാൻ ഇത് മൊത്തം സെലക്ട് ചെയ്യുന്നു, നമുക്ക് താഴോട്ട് വേണം. അപ്പൊ ഞാൻ അത്രയും കളി സെലക്ട് ചെയ്യാണ്, ഒരു നോട്ടീസാണ്, അറിയിപ്പാണ്, ഇത്ര കളി സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്തെങ്കിലും മെർജ് ചെയ്യുന്നു, ഒറ്റ കളിയാക്കി. ഓക്കെ, അപ്പൊ അത് അപ്പുറത്തേക്ക് പോകണം നിന്നു, പക്ഷെ നമ്മളെ കള്ളിയിൽ ഫുൾ ആയില്ല, താഴോട്ട് വന്നില്ല അല്ലേ. അതുകൊണ്ട് ഞാൻ വീണ്ടും നിൽക്കുന്നു, ഇതെന്ത് ചെയ്യുന്നു, താഴോട്ടാക്കുന്നു. ഓക്കെ, അപ്പൊ റെഡി ആയി. പക്ഷെ നമുക്ക് മുകളിലേക്ക് വരുത്തണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ആക്കുന്നു, സെറ്റ്. ഇനി എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഇതിന്റെ വലുപ്പം കൂട്ടാം, ഒന്ന് അനക്കാക്കാം, വൃത്തിയായി. 10 മതിയില്ല, 10 മതി. ഓക്കെ, അപ്പൊ നോട്ടീസായി. നമുക്ക് ഇത്രയും കള്ളി മെർജ് ചെയ്യേണ്ട ആവശ്യമില്ല, നോട്ടീസായി. ഓക്കെ, ഇനി നമ്മളെ കളറൊക്കെ ഒന്ന് കൊടുത്ത് മൊഞ്ചാക്കാം. ഓക്കെ,
അത്യാവശ്യം ഒരു പോസ്റ്ററൊക്കെ വേണമെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം അല്ലെ. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ കളറും, പോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, കളറ്, ഇമേജ്, ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പോസ്റ്ററിലില്ല. ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിലും ചെയ്യാം. ഇനി വേണമെന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇതിന്റെ താഴെ ഒരു ലൈൻ കൊടുക്കാം, ബോർഡർ കൊടുക്കുകയാണ്. ഇതിന് എങ്ങനെ ബോർഡർ കൊടുക്കുന്നത്, ഫോർമാറ്റ് അടിക്കുന്നു അല്ലെ, ഫോർമാറ്റ് സെല്ലിൽ പോകുന്നു, എന്നിട്ട് എന്ത് ചെയ്യും, താഴെ ബോർഡർ ഉണ്ട്. നിങ്ങള് ഇതൊക്കെ ഫുൾ ബോർഡർ ആണ്, താഴെ മാത്രം ബോർഡർ ഓപ്ഷൻ ഉണ്ട്, ഇവിടെ താഴെ ഇതാക്കുന്നു. ഓക്കെ, അപ്പൊ താഴെ മാത്രം ബോർഡർ വന്നു. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പൊ ഇതായി. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യുന്നു, ബാക്ക് അടിച്ചു പോയി. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് വേറെ വിഷയമുണ്ട്. ഈ ഇവിടെ കള്ളികളുണ്ട്, കള്ളികൾ കാണാൻ പാടില്ല. കള്ളികൾ കാണാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ശ്രദ്ധിക്കണം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ഒരു ടിപ്പ് പറയാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യണമെന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും എഴുതിയാൽ എന്ത് ചെയ്യണം, ആദ്യം ഈ എഴുതിയില്ലെങ്കിലൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, ഈ ടിക്ക് ഇടണം. എന്നതിന് ശേഷം ഈ ടിക്ക് ഇട്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ഷീറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്ത എഡിറ്റിംഗ് മോഡിലായി. എന്നിട്ട് ഈ ടിക്ക് ഒരിക്കൽ ഒരു സെല്ല് ക്ലിക്ക് ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ മുകളിലെ ഈ ടിക്ക് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, മുകളിൽ ടിക്ക്. ഓക്കെ, മുകളിൽ ടിക്ക്. അങ്ങനെ മുകളിൽ എന്ത് ചെയ്യുന്നു, ഈ മുകളിൽ ടിക്ക് എടുത്തതിന് ശേഷം ഈ ഷീറ്റ് 2 നമ്മളുള്ളത് അല്ലെ, ഷീറ്റ് 2 ഈ ഷീറ്റ് 2 നമ്മൾ ഈ താഴെ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഉണ്ടാവും, താഴോട്ട് പോയാല് ഗ്രിഡ് ലൈൻസ് അന്ന് ഒഴിവാക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ, നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാം. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് വാട്സപ്പ് വന്നിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നു അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അല്ലേ. മുകളിൽ സെല്ലൊക്കെ ഫ്രീ ആയിട്ടാ, പ്രശ്നം ഉണ്ടാവില്ല. ഇനി സ്വതന്ത്രസ്ഥാനം കൊടുക്കാൻ വിട്ടുപോയി. ഓക്കെ, അത് വേണമെങ്കിൽ പിന്നെ കൊടുക്കാം. ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം അല്ലേ, ഡേറ്റ് ഒക്കെ കള്ളിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഡൺ, സെൻഡ് അല്ലേ. അപ്പൊ ഇങ്ങനെയും അയക്കാൻ പറ്റൂലേ. ഓക്കെ, ക്ലിയർ. അപ്പൊ അതായി. ഇനി നാവിഗേറ്റിംഗ് ഷീറ്റ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് പിന്നെന്ത്, നമ്മൾ ഒരിക്കൽ ഒരു കാര്യത്തിന് നമ്മൾ ഇവിടെ എന്ത് ടൈപ്പ് ചെയ്യാനൊക്കെ വന്നാൽ അല്ലെ, ടൈപ്പ് ചെയ്യാനൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ മുകളിലെ പിന്നെ ടിക്ക് ക്ലിക്ക് ചെയ്യണം. മുഅല്ലിം. ഓക്കെ, അപ്പൊ സദർ മുഅല്ലിം ക്ലിയർ. അപ്പൊ നമ്മൾ ഈ ഒരു സദർ മുഅല്ലിം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ സദർ മുഅല്ലിമിന് നേരെയുള്ള ഒരു നീല ടിക്ക് ക്ലിക്ക് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ എഴുത്തുനിന്ന്. എന്നിട്ട് ഈ മുകളിലുള്ള ടിക്ക് ക്ലിക്ക് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു എഡിറ്റിംഗ് മോഡിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഷീറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഷീറ്റ് 1ലേക്ക് പോകണം, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഷീറ്റ് 1ലെത്തി, ഷീറ്റ് 2, ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 1, ഷീറ്റ് 2, അങ്ങനെയാണ് നമുക്ക് ഓരോ ടാബിലേക്ക് മാറുക. അപ്പൊ നമുക്ക് ഒരുപാട് ഷീറ്റ് ഉണ്ടല്ലോ, അപ്പൊ ഒരുപാട് ഷീറ്റ് നമ്മൾ ആഡ് ചെയ്ത് ഈ പ്ലസ് ഐക്കൺ നക്കിയാൽ മതി. ഈ പ്ലസ് ഐക്കൺ നക്കിയ ഒരുപാട് ഷീറ്റ്, ഷീറ്റ് 17 ഷീറ്റൊക്കെ ആയി. നമുക്ക് എല്ലാ ഷീറ്റിലേക്കും ഇങ്ങനെ പോലെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഷീറ്റൊക്കെ പേര് മാറ്റിയിടും ഒക്കെ പറയാം, ഇങ്ങനെ പോലെ എന്താ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എന്തോ ഒരു ഓപ്ഷൻ, ഇവിടെ 4 ലൈൻ കൊടുത്തിട്ടുണ്ട്, 4 ലൈൻ ഈ മൂലയിൽ ഇടത് ഭാഗത്ത് താഴ് ഭാഗത്ത് 4 ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം, എല്ലാ ഷീറ്റും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ഇങ്ങനെ സെലക്ട് ചെയ്യാം, ഇങ്ങനെ സെലക്ട് ചെയ്യാം, ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഒരുപാട് മാർഗങ്ങളുണ്ട് സെലക്ട് ചെയ്യാൻ. ഇനി അടുത്ത് എന്ത് ചെയ്യാണ്, ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പോകണം. ഒരുപാടിട്ടെ ഞാൻ ഡിലീറ്റ് ചെയ്യണ്ടേ, കാകം ഒന്ന് മാത്രം മതി, ഇത് മാത്രം മതി, ഇതും. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, ഡിലീറ്റ്. ഓക്കെ, ഇനി അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് വെക്കാം. ഓക്കെ, അപ്പൊ ഇതിമ്മ ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ്. ഓക്കെ, ഡിലീറ്റ്. ഓക്കെ, ഡിലീറ്റ്. ഓക്കെ, ഡിലീറ്റ്. ഓക്കെ, അതൊക്കെ ചെയ്തല്ലേ, ആവർത്തിച്ച് പറയാണ്, സിമ്പിൾ ആണ്. ഇത് ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ് അടിക്കുക. ഓക്കെ അടിക്കുക, ഡിലീറ്റ് അടിക്കുക. ഓക്കെ അടിക്കുക. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിലീറ്റിന് മുകളിൽ മറ്റൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഡിലീറ്റിന് മുകളിൽ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് അല്ലെ. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ എന്താ, നമ്മൾ ഈ ചെയ്യുന്ന ഫയലുകളിൽ ഒരു കോപ്പി അല്ലെ, ഈ ഒരു ഷീറ്റിന് ഒരു കോപ്പി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിന്റെ മുമ്പ് ഡ്യൂപ്ലിക്കേറ്റ് മുമ്പ് ഈ ഷീറ്റ് പേര് മാറ്റി, ഷീറ്റ് 1 ഷീറ്റ് 2 എന്നല്ലുള്ളത്, പേര് ജസ്റ്റ് മാറ്റുന്നു. എന്ത് ചെയ്യുന്നു, ദീപം ക്ലിക്ക് ചെയ്യുന്നു, താഴോട്ട് ക്ലിക്ക് ചെയ്യുന്നു, റീനെയിം വേണ്ടോ, റീനെയിം എന്ന് പറഞ്ഞാൽ പേര് മാറ്റുക, വീണ്ടും മറ്റൊരു പേര് നൽകുന്ന റീനെയിം എന്ന് പറയാം. റീനെയിം ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് അല്ലെ എന്ത് എടുക്കാം, പേര് മാറ്റുന്നു, ബാക്ക് അടിക്കുന്നു, എന്ത് കൊടുക്കുന്നു,
പോസ്റ്റർ അല്ലെ, നോട്ടീസ്. ഓക്കെ, നോട്ടീസ്. അപ്പൊ പേര് നോട്ടീസായി. ഇതിന്റെ പേര് എന്ത് ചെയ്യുന്നു, നമ്മൾ ജസ്റ്റ് ഫോർമാറ്റിംഗ് പഠിപ്പിക്കാൻ ഇട്ടത്. അപ്പൊ ഫോർമാറ്റിംഗ് കൊടുക്കാം അല്ലെ, ഫോർമാറ്റ്. ഓക്കെ, അപ്പൊ ഫോർമാറ്റ് നോട്ടീസായി. ഈ 4 ലൈൻ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 2 ഷീറ്റ് കാണാൻ പറ്റും. ഫോർമാറ്റ് നോട്ടീസ്. ഈ നോട്ടീസിന്റെ ഒരു കോപ്പി ഉണ്ടാക്കണം. ഇതേപോലെ ഒരു ഷീറ്റ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിമേൽ ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. വേണ്ടോ, കോപ്പി ഓഫ് നോട്ടീസ് പറഞ്ഞൊരു സാധനം വന്നില്ലേ. ഓക്കെ, അപ്പൊ 3 ഷീറ്റായി. നമുക്ക് നോക്കാം. ഫോർമാറ്റ് നോട്ടീസ്, കോപ്പി ഓഫ് നോട്ടീസ്. ഇനി എന്ത് ചെയ്യുന്നു, കോപ്പി ഓഫ് നോട്ടീസ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ പേര് മാറ്റാം. കോപ്പി എന്ന് വേണ്ട അല്ലേ, പിന്നെ ചെയ്യുന്നു നോട്ടീസ് മാറ്റിയിട്ട് നോട്ട് ഇല്ലേ, കോപ്പി മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നോട്ടീസ് 2 നിർക്കാം. സ്പേസ് ഒക്കെ വേണ്ടിട്ട് കേട്ടോ, ഒന്നും പ്രശ്നമില്ല. പിന്നെ ചിഹ്നങ്ങളൊക്കെ അവിടെ ചെയ്യാം, ഒക്കെ ഇടാം, ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. നോട്ടീസ് 2. ഓക്കെ, അപ്പോൾ നോട്ടീസായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു പിന്നെ ആഡ് ചെയ്യാൻ പഠിച്ചു. ആഡ് ചെയ്യാൻ എന്ത് ചെയ്യാം, ഈ പ്ലസ് ഐക്കൺ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇതിനെ എന്ത് പഠിച്ചു, റീനെയിം ചെയ്യാൻ പഠിച്ചു, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പഠിച്ചു, ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് കളർ കൊടുക്കാനാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഒരേപോലത്തെ ഒരുപാട് 10-20 ഷീറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരുപോലത്തത് നമുക്ക് ഒരേ കളറിലാക്കാം. ഒരേ കളറിൽ കൊടുക്കാം. ക്ലിക്ക് ചെയ്യാം, ടാബ് കളറുണ്ട്, ടാബ് കളർ ഇവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മഞ്ഞ കൊടുക്കാം. മഞ്ഞ ഏത് കളറും കൊടുക്കാം അല്ലെ, മഞ്ഞ കൊടുക്കുന്നു. ഓക്കെ, മഞ്ഞ കാണാൻ പറ്റും. താഴെ ലൈൻ കാണുന്നില്ല, മഞ്ഞ. ഇവിടെ വേറെ കളർ കൊടുക്കാം. ഇവിടെ നമുക്ക് ഓറഞ്ച് കൊടുക്കാം, അല്ലെ ചോപ്പ് കൊടുക്കാം. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഉപകരിക്കും അല്ലെ, നമുക്ക് ഉപകരിക്കും. ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ആ കളർ കാണുന്നുണ്ട്. ഒരുപോലത്തെ ഒരേ രൂപത്തിലുള്ളതൊക്കെ നമുക്ക് ഒരു രൂപത്തിൽ കളറിലാക്കി സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്കുള്ളത് ഇത് ഹൈഡ് ചെയ്യാന്നുള്ളതാണ്. ഹൈഡ് ചെയ്യാം. ഞാൻ ഹൈഡ് ചെയ്യാം. എനിക്ക് ഈ ഒരു ഫയല് ഹൈഡ് ചെയ്ത് വെക്കണം. ഞാൻ റീനെയിം ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, മദ്രസ പേര് കൊടുക്കുകയാണ്, മദ്രസ. ഓക്കെ, ഇതൊന്ന് ഹൈഡ് ചെയ്യണം, ഒളിപ്പിക്കണം. ഹൈഡ് ചെയ്യാൻ ഒളിപ്പിക്കാന്നല്ലേ. ഞാൻ ഇതിന് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഹൈഡ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് കാണുന്നില്ല. ഇപ്പൊ 3 ഉള്ളൂ, 1 2 3 അല്ലെ, 1 2 3 ഉള്ളൂ. അപ്പൊ എനിക്ക് ഹൈഡ് ചെയ്ത കാര്യം അൺഹൈഡ് ചെയ്യണം എന്നല്ല, എന്ത് ചെയ്യണം, ഈ 4 വരല്ലേ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഉണ്ടാവും മദ്രസ അല്ലേ, നമ്മൾ ഹൈഡ് ചെയ്ത സാധനം താഴെ ഉണ്ട്, ചെരിഞ്ഞിട്ടുള്ളത്, ഇറ്റാലിക്കുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്, അത് ഹൈഡ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ അതിമ ക്ലിക്ക് ചെയ്താൽ എന്താവും, അതാണ് ഹൈഡ് ആവും. ഹൈഡ് ചെയ്യാന് ഇതിമ ക്ലിക്ക് ചെയ്യുക, ഹൈഡ് ചെയ്യാം. ഈ 4 ലൈനിൽ പോവുക, ക്ലിക്ക് ചെയ്യുക, അൺഹൈഡ് ചെയ്യുക. സിമ്പിൾ ആണ്. ഹൈഡിങ് പഠിച്ചു, എന്തും പഠിച്ചു, അൺഹൈഡിങ് പഠിച്ചു. അപ്പൊ നമ്മള് പിന്നെ നമ്മുടെ 13ാമത്തെ ലെസൺ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. 14ാമത്തെ ലെസൺ എന്താണ്, ഇൻസേർട്ട് കോളം റോസ് ആൻഡ് സെൽസ് എന്നതാണ് അല്ലെ. ഇൻസേർട്ടും പിന്നെ ഒരു കോളും റോയൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന രൂപമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഈ മുനവ്വറുൽ ഇസ്ലാം മദ്രസ നമ്മൾ നേരത്തെ പിന്നെ സ്ക്രീൻഷോട്ട് സമയത്ത് ബുദ്ധിമുട്ടി. എന്താണ്, ഈ എയും ബി ഒക്കെ അവിടെ വരുന്നുണ്ട് അല്ലെ. എയും ബി ഒക്കെ അതിന്റെ അടുത്ത് കൂടെ ക്രോപ്പ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. പറഞ്ഞ മനസ്സിലാവണോ വിചാരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒന്നും ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഒന്നും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ താഴെ കണ്ടോ, ഏറ്റവും താഴെ പ്ലസ് മേലേക്കും പ്ലസ് അടിക്കും. പ്ലസ് മേലെ എന്ന് പറഞ്ഞാൽ മുകളിൽ കള്ളി ആഡ് ചെയ്യാൻ പ്ലസ് മേലെ, താഴെ കള്ളി ആഡ് ചെയ്യാൻ ബിലോയിൽ ആഡ് ചെയ്യാൻ പ്ലസ് താഴെ. ഞാൻ മുകളിലേക്ക് ആഡ് ചെയ്യണം, പ്ലസ് മുകളിൽ കൊടുക്കുന്നു അല്ലെ. അപ്പൊ മുകളിൽ ആഡ് ആയി. അപ്പൊ താഴെ കളറിന് മുകളിലേക്ക് വന്നു. കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റി ജസ്റ്റ് വൈറ്റ് ആക്കി കൊടുക്കും. വൈറ്റ്. ഓക്കെ, ഇനി കോളം. അപ്പൊ നേരത്തെ റോ ആഡ് ചെയ്ത് ഇനി കോളം ആഡ് ചെയ്യാം. ഈ എ ക്ലിക്ക് ചെയ്യുന്നു. എന്ത് ചെയ്യാം, ഇതേണ്ട റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും അല്ലേ പ്ലസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ കളർ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. റിസെറ്റ് അടിച്ചാലും മതിയില്ല, റിസെറ്റ് അടിച്ചാൽ പഴയ പോലെ ആവും. ഓക്കെ, ഇനി കോളം ചെറുതാക്കാൻ എന്താ ചെയ്യാം, ഈ കോളും റോ ഒക്കെ ചെറുതാക്കാനും വലുതാക്കാനും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലേ, കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല. അതിനെന്താ ചെയ്യാം, ഒരു റോ സെലക്ട് ചെയ്താൽ അതിന്റെ ഈ വലത് ഭാഗത്ത് കാണാൻ പറ്റുന്നത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുള്ള ഒരു ആരോ, അയിമ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കാം വലുതാക്കാം അല്ലെ. അതേ കോളം അങ്ങനെ തന്നെ അല്ലേ, റോ അങ്ങനെ തന്നെയാണ്. കോളം അങ്ങനെ തന്നെ, റോ അങ്ങനെ തന്നെ അല്ലേ. ഓക്കെ, ചെറുതാക്കാം വലുതാക്കാം. ക്ലിയർ. ഓക്കെ, ചെറുതാക്കാം വലുതാക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു റോ മൊത്തത്തിൽ ആഡ് ചെയ്യണതും ഒരു കോളം മൊത്തത്തിൽ ആഡ് ചെയ്യണം പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ഡിലീറ്റ് ചെയ്യാനാണ്. ആഡ് ചെയ്ത സാധനം ഡിലീറ്റ് ചെയ്യാം. നേരത്തെ അൺഡു ഒരു ഓപ്ഷൻ ആണ്, നമുക്ക് അൺഡു അടിക്കാൻ പറ്റും. നമ്മൾ ആഡ് ചെയ്ത് അൺഡു അടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അൺഡു അടിക്കാതെ നമ്മൾ കുറെ മുമ്പ് ചെയ്തതാണ്. ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു സാധനം ആഡ് ചെയ്തു.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ വേറെ കുറെ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഇവിടെ കുറെ സാധനമൊക്കെ ആഡ് ചെയ്തു, പിന്നെ എന്താണ് ടൈപ്പ് ചെയ്തു അല്ലെ, എന്താണ് എക്സൽ കുരു എന്നൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചു, എക്സൽ കുരു എന്നൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ അണ്ടർ അടിച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്തൊക്കെ പോകും. അപ്പൊ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാൻ എന്താ ചെയ്യാം, ഇതുപോലെ സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യാം, ഈ സെലക്ട് ചെയ്യപ്പെട്ടത് ഇവരെ ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഈ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം, അവിടെ ഉണ്ടാവുന്നത് ഡിലീറ്റ്, അപ്പോൾ ഡിലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ചെയ്യാനും പഠിച്ചു, ഡിലീറ്റ് ചെയ്യാനും പഠിച്ചു. നമുക്ക് ഈ ഒരു ഇവിടെ ആഡ് ചെയ്ത ഒരു കോളം വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, ആദ്യം ഈ എ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഇതിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക, തൊടുക, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ് പോയി. അപ്പൊ ഡിലീറ്റ് ചെയ്യാനും പഠിച്ചു, അതുപോലെ എന്ത് ആഡ് ചെയ്യാനും പഠിച്ചു. ഇനി ഹൈഡ് ചെയ്യാൻ പഠിക്കും. ഹൈഡ് സിമ്പിൾ ആണ്. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ നമുക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉദാഹരണം ഇവിടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് പിന്നെ കുറച്ച് എന്തൊക്കെ അല്ലെ, നമ്പറൊക്കെ ആഡ് വെച്ചിട്ടുണ്ട്, നമ്മളെ പിൻകോഡൊക്കെ ആഡ് വെച്ചിട്ടുണ്ട്, ഉദാഹരണം. എന്നിട്ട് അപ്പൊ ഈ ആഡ് ചെയ്ത സാധനങ്ങൾ നമുക്ക് കാണണ്ട, പക്ഷെ അത് ഡിലീറ്റ് ആക്കും വേണ്ട, കാണും വേണ്ട. നമുക്ക് പിന്നെ ആർക്കെങ്കിലും ചിലപ്പോൾ ഉപയോഗമാവും. നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് കാണാൻ പാടില്ല, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് കാണാൻ പാടില്ല, പക്ഷേ നമുക്ക് പിന്നീട് ആവശ്യമാണ്, അതോ ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്ത് വെക്കാം. നമ്മള് ഷീറ്റ് ഹൈഡ് ചെയ്ത പോലെ ഹൈഡ് ചെയ്യാം. എങ്ങനെ ഹൈഡ് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, ഹൈഡ് കോളം. അപ്പൊ അങ്ങനെ ഹൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. റോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഹായ് എന്നുള്ള എന്ത് ചെയ്യുന്നു, ഹൈഡ് ചെയ്യുന്നു, ഹൈഡ് റോ. ഓക്കെ, ഹൈഡ് ചെയ്താൽ അവിടെ കാണാൻ പറ്റില്ലേ, 19-21 ആണല്ലേ. അപ്പോൾ ഒരു എന്തുണ്ട്, ഒരു 2 ആരോ കാണുന്നുണ്ട് അല്ലെ. അവിടെ ക്ലിക്ക് ചെയ്താൽ, ആരോ ക്ലിക്ക് ചെയ്താൽ ഈ ഹൈഡ് പോയി പോകും. ഇവിടെ ആരോ ക്ലിക്ക് ചെയ്താൽ ഹൈഡ് നമുക്ക് അൺഹൈഡ് ചെയ്യാനും പറ്റും, ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി പിന്നെ നമ്മൾ എക്സലിലൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്, എന്ത് ജസ്റ്റ് 1-2 അടിച്ചിട്ട് നമുക്ക് താഴോട്ട് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യാം, വലിച്ചിടാൻ പറ്റും. അപ്പൊ അതുപോലെ പിന്നെ എക്സൽ എങ്ങനെ ചെയ്യാം, ഗൂഗിൾ ഷീറ്റിൽ എങ്ങനെ ചെയ്യാം ചോദ്യമാണ്. അപ്പൊ ഇതിന് ഉത്തരം എന്താണ്, ആദ്യം 1 അടിക്കുന്നു, നമ്മൾ 2 അടിക്കുന്നു അല്ലെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ട് കോപ്പി ചെയ്യല വേണ്ട. ഞാൻ 1-2 സെലക്ട് ചെയ്തിട്ട് താഴോട്ട് വലിക്കുന്നു. ഓക്കെ, 11 വരെ. എന്നിട്ട് ശ്രദ്ധിക്കണം, ഒന്നുകൂടി ചെയ്യാം, 1, 2. ഓക്കെ, ഈ 1-2 സെലക്ട് ചെയ്യുന്നു, സോറി 1 സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ മൂലയിൽ പിടിച്ച് താഴോട്ട് വലിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, ഇതെന്ത് ഓട്ടോഫിൽ, ഇവിടെ ഈ പിന്നെ സെലക്ട് ചെയ്ത ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓട്ടോഫിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് 10 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ 1-1-2025 അടിക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നു, ഓട്ടോഫിൽ എടുക്കുന്നു. അപ്പോൾ ഡേറ്റ് കൂടുന്നത് കാണാൻ പറ്റും അല്ലേ, ഡേറ്റ് കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതേപോലെ നമുക്ക് ദിവസം ചെയ്യാൻ പറ്റും, ദിവസം മാസമൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ദിവസം മാസം ഡേറ്റ് ഒക്കെ ഈ ഷീറ്റിൽ ആൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതാണ് മൺഡേ ഓട്ടോഫിൽ. ഓക്കെ, മാസം ഇതുപോലെ ചെയ്യാൻ പറ്റും, ഇതിന് ഓട്ടോഫിൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്ത് പറഞ്ഞു, ഈ പിന്നെ ഫോർമാറ്റിംഗ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ കളർ കൊടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫോണ്ട് പിന്നെ റാപ്പ് ചെയ്യാനും ഫോണ്ടിന് ബോർഡർ കൊടുക്കാനും പറഞ്ഞു. ഷീറ്റ് ഡിലീറ്റ് ആക്കാനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനും ഹൈഡ് ചെയ്യാനും പഠിച്ചു. ഒരു കോളം ആഡ് ചെയ്യാനും കോളം ഡിലീറ്റ് ചെയ്യാനും പഠിച്ചു. അതുപോലെ തന്നെ ഈ പിന്നെ സെല്ലും കോളവും ഹൈഡ് ചെയ്യാനും പഠിച്ചു. അതുപോലെ ഓട്ടോഫില്ലിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിന്റെ പേര് മാറ്റുന്നു, റീനെയിം ചെയ്യുന്നു, ഓട്ടോഫിൽ എന്നാക്കുന്നു. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഒരു 2ാമത്തെ മൊഡ്യൂൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട മൊഡ്യൂളാണ് 2ാമത്തെ മൊഡ്യൂൾ. കാരണം ഇത്തരം കാര്യങ്ങൾ പിന്നെ നമ്മൾ പറയില്ല. അതുകൊണ്ട് ഈ മൊഡ്യൂൾ സംശയമുള്ള ആളുകൾ വീണ്ടും എടുത്ത് കാണുകയും അത് പരീക്ഷിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം.